ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോണത് മഹാരാജ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു റിവ്യൂ ആണ്. പക്ഷേ അത് എൻ്റെ ഒപ്പീനിയനാണ്. അതായത് ഈ സിനിമ ഇറങ്ങിയിട്ടിപ്പോൾ ഒരുപാട് നാളൊക്കെ ഇപ്പോൾ ഇവൻ റിവ്യൂവുമായിട്ടൊക്കെ വരികയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ സിനിമ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ എൻ്റെ ഒരു ഒപ്പീനിയനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് വൈകിയാണ് സിനിമ കണ്ടത്. പക്ഷേ എന്നാൽ നമുക്ക് ആ സിനിമയുടെ ഒരു റിവ്യൂ എൻ്റെ ഒരു ഒപ്പീനിയൻ പോലെ ഞാൻ പറഞ്ഞുതരാം. അതായത് മഹാരാജ ഈ സിനിമയുടെ സംബന്ധിച്ചിരിക്കുന്നത് നിതിലൻ സ്വാമിനാഥൻ എന്നൊരാളെ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട താരങ്ങളെ വരുന്നത് വിജയ് സേതുപതി, അനുരാഗ് കാശ്യപ്, മമതാ മോഹൻദാസ്, നാട്ടി സുബ്രഹ്മണ്യം എന്നൊരാൾ, അഭിരാമി, ദിവ്യഭാരതി, സിംഗം പുലി, മുൻഷികാന്ത്, സാച്ചന, വിനോദ് സാഗർ, നമ്മുടെ രാഷ്ട്രീയ സിനിമയിലെ ആ ഒരു ക്രൂരമായ സാറക്കിട്ട് അഭിനയിച്ച ആ ഒരു വിനോദ് സാഗർ പുള്ളി, പിന്നെ മണികണ്ഠൻ എന്നൊരാളുണ്ട്. അതായത് നമ്മുടെ ബോയ്സ് സിനിമയിലൊക്കെ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്ത ശങ്കറിൻ്റെ ബോയ്സിലൊക്കെ അത്യാവശ്യം നല്ലൊരു വേഷം കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് ഈ ഒരു മണികണ്ഠൻ എന്നൊരാൾ. ഒരുപാട് നാളെ ഇയാൾക്കൊരു മികച്ച ഒരു വേഷം കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇപ്പോഴാണ് നല്ലൊരു വേഷം കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. സോ പിന്നെ പൂവിയാർ, നമ്മുടെ ബിഗിൽ സിനിമ ഫെയിം മാസ്റ്റർ സിനിമയിലേക്കുള്ള പൂവിയാർ, പിന്നെ ഭാരതി രാജ ഡയറക്ടർ, എപ്പിക് ഡയറക്ടർ. അപ്പം ഇത്രയും ആൾക്കാരൊക്കെയാണ് ഈ സിനിമ വരുന്നത്. പിന്നെ സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത്. അതായത് ഈ സിനിമ ഇറങ്ങിയ സമയത്തും അതിനുശേഷം ഭയങ്കര അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടാൽ ഭയങ്കര സിനിമയൊക്കെയാണ്, നല്ലൊരു പടം, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ട ഒരു സിനിമയും കാര്യങ്ങളെന്നൊക്കെ ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ ഞാനും കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു സൊസൈറ്റിക്ക് വേണ്ട സിനിമയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അവർ പറയാൻ ആഗ്രഹിച്ച ഒരു സബ്ജക്റ്റിൽ നിന്ന് അവർ പിന്നെ വേറെ രീതിക്കൊക്കെ പോയി, പിന്നെ ഒരു കുപ്പത്തൊട്ടി അതിൻ്റെ ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ കണക്കൊക്കെ പോയിട്ട് പിന്നെ വന്നത് ഒരു കുട്ടി റേപ്പ് ചെയ്തപ്പെടുന്ന ഒരു കേസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വന്നത്. ആ ഒരു ടൈം വരെ ഈ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീക്വൻസ് എന്നെ അപേക്ഷിച്ച് എനിക്ക് വളരെ മോശമായിട്ടാണ് തോന്നിയത്. കാരണം ഒരു സബ്ജക്റ്റ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, അപ്പോൾ ആ ഒരു സബ്ജക്റ്റിക്ക് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യുക. ഇത് നമുക്ക് പല ഡൗട്ടും വരും. ഇദ്ദേഹം ഡബിൾ റോളാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന രീതിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെ വരുന്ന ഒരു കുപ്പത്തൊട്ടിയുടെ ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ ഒരു അനാവശ്യമായ ഒരു എലമെൻ്റാണെന്ന് എനിക്ക് തോന്നിപ്പോൾ. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഈ സിനിമയ്ക്കകത്ത് ഇല്ലായിരുന്നു. അവരെന്താണോ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആ ഒരു കഥ അത് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ അങ്ങ് പോവുക. പിന്നെ ഈ കുപ്പത്തൊട്ടി അന്വേഷണവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോണ സമയത്ത് പോലും എനിക്ക് അവിടെയും കുറച്ചെങ്കിലും ഒരു എനർജറ്റിക് ആയിട്ട് തോന്നിയൊരു കാര്യം, ഈ മണികണ്ഠൻ എന്ന് പറഞ്ഞ ഒരു ആളുടെ ഒരു പെർഫോമൻസ്, ഒരു മാസ് ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ വന്നാൽ എനിക്ക് ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയി ഈ സിനിമ കാണാൻ വേണ്ടി. പിന്നെ നമ്മളെ വിജയ് സേതുപതി, അദ്ദേഹത്തിൻ്റെ 50ാമത്തെ സിനിമയും കൂടെയാണ് ഈ ഒരു മഹാരാജ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഒരു ട്രീറ്റ് പോലും കൊടുക്കാതെ, ഒരു നല്ലൊരു സീക്വൻസ് പോലും കൊടുക്കാതെ, ഒരു നോർമൽ എൻട്രി, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുമാതിരി ആട്ടും തുപ്പും കിട്ടുന്നൊരു കഥാപാത്രം. ഈ ഒരുപാട് അടിക്കുക, തുപ്പുക, വഴക്ക് പറയുക, ആക്ഷേപിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഒരു 50ാം സിനിമയിൽ കിടന്ന ഒരാളിങ്ങനെ കാണിക്കണമെങ്കിൽ അത് എന്തൊരു പ്രവർത്തനം കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്നത്. അതൊക്കെ വളരെ മോശമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. ഒരു ആക്ടറിനും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും കൊണ്ട് കൊടുക്കരുത്. അവർ അത്രയേറെ ബൂസ്റ്റപ്പ് ചെയ്യേണ്ട സമയമാണ് അവർ 50ാം സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു കാര്യം വെച്ച് അങ്ങനെ ശ്രമിച്ചിട്ടാണെങ്കിൽ കൊള്ളാമത്. പക്ഷേ ഇതൊരുമാതിരി ഒരു സൈലൻറ്റ് ഒരു നായകൻ. പക്ഷേ ബാക്കി താരങ്ങളൊക്കെ വന്ന ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിന് മുമ്പ് നല്ലൊരു എനർജറ്റിക് പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ എടുത്ത് പറയേണ്ട ഒരു പെർഫോമൻസ് ഉണ്ട്, സിംഗം പുലി എന്നതാണ് പെർഫോമൻസ്. തകർത്ത് പുള്ളി വേറെ ലെവൽ, ഒരു നെഗറ്റീവ് കഥാപാത്രമാണെങ്കിലും പുള്ളി വേറെ ലെവലിൽ ഇങ്ങനെ പെർഫോം ചെയ്തു. പിന്നെ ഈ കുപ്പത്തൊട്ടി കേസും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഈ സിനിമ ഒരു യഥാർത്ഥ ഒരു പോയിന്റിലിങ്ങനെ വരും, ഒരു റിയൽ ആയിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെ വരുന്ന നേരത്ത് അവിടെ നമ്മളെ നാട്ടി സുബ്രഹ്മണ്യം എന്ന ആ ഒരു ആക്ടറുടെ ഒരു കിടിലനൊരു ട്രാൻസ്ഫോർമേഷൻ സീൻ കാണാൻ വേണ്ടി പറ്റി. അത് ഒരു രോമാഞ്ചിഫിക്കേഷൻ സീനും കാര്യങ്ങൾ തന്നെയായിരുന്നു. അത് ഒരു കൈ അടിച്ച് കൊടുക്കേണ്ട ഒരു കാര്യം. കൂടെ മുൻഷികാന്തിൻ്റെ ഒരു എക്സ്ട്രാ പെർഫോമൻസും ആ സീനും, ഈ രണ്ട് പേരും ഒരേ സെക്കൻഡിൽ നമുക്ക് രോമാഞ്ചിഫിക്കേഷൻ തരുന്ന പോലത്തെ ഒരു പെർഫോമൻസും കിട്ടുമായിരുന്നു. അതങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം സാച്ചന നവദാസ് എന്നൊരു പെൺകുട്ടി. സാച്ചന നമ്മുടെ ബിഗ് ബോസിലേക്ക് വന്ന സാച്ചനയാണ്. സാച്ചനയുടെ കാര്യം പറയുകയാണെങ്കിൽ സാച്ചന ഈ കഥാപാത്രത്തോട് അത്രയ്ക്ക് അട്രാക്റ്റ് ആവുന്ന രീതിക്ക് ഒരു കിടു റോള്. സാച്ചന ആ രീതിക്ക് സാച്ചന ഗംഭീരമായിട്ട് ഈ കഥാപാത്രം ചെയ്തു തുടങ്ങി പറയാൻ വേണ്ടി പറ്റും. സാച്ചനയുടെ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന സിനിമ ഈ മഹാരാജ പടമാണ്. ഇത് തന്നെയാണ് ബിഗ് ബോസിലേക്ക് വന്ന് വിജയ് സേതുപതിയാണ് ഹോസ്റ്റിംഗ് കാര്യങ്ങൾ ചെയ്തത്. ബിഗ് ബോസിൻ്റെ ഹോസ്റ്റ് വിജയ് സേതുപതിയായിരുന്നു. അങ്ങനെ വന്ന് ആ ലെവലിലേക്ക് എത്തി അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് സാച്ചനയ്ക്ക് കാണിക്കാൻ വേണ്ടി പറ്റി. പിന്നെ വീക്കായിപ്പോയൊരു പെർഫോമൻസ് മമതാ മോഹൻദാസ്, നല്ലൊരു ആക്ട്രസ്സാണ്, പക്ഷേ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് പോലും കിട്ടിയില്ല. അത്രയ്ക്ക് ഏറെ പ്രാധാന്യമുള്ളൊരു കഥാപാത്രമോ അല്ലെങ്കിൽ ഒരു മികച്ച സീനോ മികച്ച ഡയലോഗ് ഡെലിവറിയോ ഒന്നും കൊടുക്കാതെ ഒരു സൈഡിലേക്ക് ഒതുങ്ങുന്ന കണക്കായിപ്പോയി മമതാ മോഹൻദാസിൻ്റെ കാര്യം. പിന്നെ ഭാരതി രാജ, പൂവിയാർ, ഇവരിങ്ങനെ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇവരെല്ലാവരും വന്നിട്ട് അവർക്കും അത്യാവശ്യമൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പൂവിയാറൊക്കെ സൈഡായി പോയി. പിന്നെ
ഭാരതി രാജ അദ്ദേഹത്തിന് ഇത്തിരി പോലൊക്കെ ഒരു പെർഫോമൻസും കൊടുക്കാൻ വേണ്ടി പറ്റി. പിന്നെ ഈ സിനിമയിലാണെങ്കിൽ ഈ പഴയ തമിഴ് പാട്ടുള്ള റെഫറൻസ് കൊണ്ടുവന്ന പോലെ കുറേ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടിട്ട് നേരെ നമ്മൾ ആ ഒരു തമിഴ് പാട്ട് അന്വേഷിക്കാൻ വേണ്ടി ആ രീതിക്ക് അങ്ങനെ ഒരു സെർച്ച് ചെയ്ത് പോകുന്ന കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റി. അങ്ങനെയൊക്കെയാണ് പിന്നെ പോകുന്നത്. പിന്നെ ഈ ഇതിൽ അനുരാഗ് കാശ്യപിൻ്റെ പെർഫോമൻസ്, ഒരു വില്ലൻ കഥാപാത്രം, അട്ടാറ് പെർഫോമൻസ്, കൂടെ വിനോദ് സാഗർ, ഈ രണ്ട് പേരുടെ കൂടെ റോബറി സീന് കാര്യങ്ങളൊക്കെ നമുക്കങ്ങ് അരച്ച് വരും. ഇവരെ കണ്ട് നമുക്കൊന്ന് രണ്ട് പൊട്ടിക്കാനൊക്കെ തോന്നുന്നു. അമ്മാതിരി ഒരു കഥാപാത്രം, രണ്ട് പേരുടെ പെർഫോമൻസും വേറെ ലെവലാണ്. ഇവരുടെ ഒരു കോംബോ സീനും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. ഇതൊരു വെറൈറ്റി കോംബോയാണ്. അനുരാഗ് കാശ്യപും വിനോദ് സാഗർ ആ ഒരു കോംബോ നന്നായിരുന്നു. പിന്നെ അഭിരാമി ആക്ട്രസ്, അവർ വേഷം ചെയ്യുന്നതിനകത്ത് അഭിരാമിനെ പറ്റി പറഞ്ഞാൽ അഭിരാമി കുറച്ച് നാളായിട്ട് അഭിരാമി നല്ല പോലെ കഥാപാത്രങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് ഒന്ന് തഗ് ലൈഫ് ആയിരുന്നാലും മഹാരാജ സിനിമയിലെ ആ ഒരു കഥാപാത്രം നല്ല പെർഫോമൻസിനും ഒക്കെ ഒരു പ്രാധാന്യം കൊടുത്തു വരുന്ന ഒരു മികച്ച പടമാണ് ഈ ഒരു മഹാരാജയിലെ ഈ ഒരു കഥാപാത്രം. പിന്നെ ദിവ്യ ഭാരതി എന്നൊരു ആക്ട്രസ് ഉണ്ട് ഇതിനകത്ത്. ആ ഒരു ആക്ട്രസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ് ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു സിനിമയുടെ തുടക്കത്തിലേക്ക് കാണിക്കുന്ന ആ ഒരു സീനും കഴിഞ്ഞ് പിന്നെ അതിലൊരു ഫ്ലാഷ് ബാക്ക്, ഒരു ക്ലാരിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തണം ഈ സിനിമ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു പെൺകുട്ടികൾ ഇങ്ങനെ ഈ റേപ്പ് ചെയ്യപ്പെടുന്നതും അങ്ങനത്തെ ഒരു സംഭവം കാരണം നമുക്ക് വളരെ ദയനീയമാകുന്ന രീതിയിൽ നമുക്ക് കാണിച്ചു തന്നെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമ കിടന്ന് കുറേ കറങ്ങി വരുന്നൊരു അങ്ങനെ ഒരു ചുരുളുകൾ അഴിഞ്ഞാണ് ഈ സിനിമയുടെ ഒരു കഥയിലേക്ക് വരുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നേരെ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആ ഒരു കഥ പറഞ്ഞു വരാൻ വേണ്ടി ഈ സിനിമയ്ക്ക് പറ്റും. കാരണം ആ കുപ്പത്തൊട്ടി എലമെൻ്റൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി നോക്കുകയാണെങ്കിൽ ഈ പടത്തിൽ ആൾമോസ്റ്റ് എല്ലാം വേറെ ലെവലായിരുന്നു. ആ ഒരു സീൻ മാത്രമാണ് അവിടെയും ഇവിടെ തൊടാതെ. വിജയ് സേതുപതിയെ കണക്ക് ഒരു നടൻ്റെ 50ാം സിനിമയിൽ അദ്ദേഹത്തിട്ട് ആട്ടയും തുപ്പയും അങ്ങനെയൊക്കെ ഒരു കഥാപാത്രവും കാര്യങ്ങളൊക്കെ അദ്ദേഹം അങ്ങനെ നിൽക്കുന്നു. സോ ആ ഒരു കാര്യം വെച്ച് എന്നെ അപേക്ഷിച്ച് അങ്ങനത്തെ സീക്വൻസും കാര്യങ്ങളും ഈ ഒരു കുപ്പത്തൊട്ടിയുടെ കഥയെന്നതിൽ വേണ്ടായിരുന്ന ഉള്ള കാര്യങ്ങളൊക്കെ മാത്രമല്ല ബാക്കി നോക്കുകയാണെങ്കിൽ ഈ കഥയ്ക്കൊരു കിടിലൻ ഒരു എലമെൻ്റ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു അനാവശ്യമായ ഒരു ഈ കുപ്പത്തൊട്ടി സംഭവം കൊണ്ടിട്ടാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിപ്പോയത്. ഒന്നേ അത് നോക്കണം, അല്ലെങ്കിൽ ഈ കേസ് നോക്കണം, എല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് ഒരുമാതിരി ഒന്നിനൊക്കെ ആയിപ്പോയി. പക്ഷെ എന്നാലും അവർ പറയാൻ വേണ്ടി ആഗ്രഹിച്ച ആ ഒരു സ്ട്രോങ് സീക്വൻസും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. പെർഫോമൻസിൽ സാച്ചന, അനുരാഗ് കാശ്യപ്, വിജയ് സേതുപതി, വിനോദ് സാഗർ, മുൻഷികാന്ത്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഞെട്ടിക്കുന്നുണ്ട്. നട്ടി സുബ്രഹ്മണ്യം ആ ഒരു ആക്ടറും കൂടെ പറയണം. എല്ലാം കൊണ്ട് ഒരു മികച്ച ഒരു മെസ്സേജ് തരുന്ന ഒരു സിനിമയാണ് ഈ ഒരു മഹാരാജ എന്ന് പറയുന്ന ഈ സിനിമ. മസ്റ്റായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാമിലൊക്കെ ലിങ്ക് അവൈലബിൾ ആണ്. മസ്റ്റായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരു അച്ഛൻ, ഒരമ്മ, ഒരു ബ്രദർ, സഹോദരൻ, ഫാമിലിയുടെ ബന്ധമുള്ള ആൾക്കാർ, ആൺബന്ധങ്ങൾ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ ഈ സിനിമ നന്നായിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആ ഒരു കാര്യം വെച്ച് അപ്പോൾ ഇതാണ് മഹാരാജ സിനിമയുടെ എൻ്റെ ഒരു ഒപ്പീനിയനും ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യം വെച്ച് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു വിശേഷമോ അപ്ഡേറ്റോ ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്പോഴാണ്. സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.